അപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് നമ്മൾ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കുടിക്കേണ്ട ഒരു സമയമാണിത്. അപ്പം വെറും വെള്ളം മാത്രം കുടിക്കാനായിട്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് ജ്യൂസസ് ഉണ്ടാക്കി കുടിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഓരോ ദിവസവും ഓരോ ടൈപ്പ് ജ്യൂസുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ മാവില ജ്യൂസ് ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് നമ്മൾ തേങ്ങാപ്പീര വെച്ചിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ശ്രീജയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ തേങ്ങാപ്പീര വെച്ചിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു ഡൗട്ടായിരുന്നു. കാരണം തേങ്ങാപ്പീര വെച്ച് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തേങ്ങാവെള്ളം അതേപോലെ ഇരിക്കുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് തേങ്ങാപ്പീര എടുത്ത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. പിന്നെ നമ്മൾ നമ്മുടെ ഇഞ്ചിയും പഞ്ചസാരയുമാണ് എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനത്തെ പൊടിക്കൈ ജ്യൂസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ടേക്ക് ഇഞ്ചി ചേർത്തൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്ത് പുതിനയോ എന്ത് വേണമെങ്കിലും നാരങ്ങാനീരൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷേ തേങ്ങാവെള്ളത്തിൽ ചേർക്കണ്ട കേട്ടോ. അപ്പം ഇതിനകത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഐസ് ക്യൂബായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തേങ്ങ ആയതുകൊണ്ട് നമുക്കധികം പുളിയുടെ ആവശ്യമൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് നാരങ്ങയൊന്നും ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് പോയി അടിച്ചിട്ട് വരാവേ. അപ്പോൾ ശ്രീജ അത് അടിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം ചുറ്റും കൂടി ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസൊക്കെ കുടിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ജ്യൂസസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ചൂട് കൂടെ ആയതുകൊണ്ട് പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഒരു വൈബാണ്. അങ്ങനെ നമ്മൾ ജ്യൂസ് അടിച്ചെടുത്ത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമുണ്ട് കേട്ടോ. നല്ല പാല് പോലെയാണ് നമ്മുടെ ജ്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ വെള്ള കളറിലിരിക്കുന്നത് കൊണ്ട് തന്നെ കാണാനും കുടിക്കാനും ഒക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. ശ്രീജ കുടിച്ച് നോക്കിയിട്ട് ആദ്യം ഒന്ന് ഇതായെങ്കിലും പിന്നെ ആൾ നല്ല സൂപ്പറാണെന്നൊക്കെയാണ് പറഞ്ഞത്. കാരണം അതിന് ഇത്തിരി മധുരം കുറവുണ്ടായിരുന്നു, അതാണ് ആദ്യം ഒന്ന് ഇങ്ങനെ വെച്ചത്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ.